നമ്മുടെ വേബ്സ് ഓഫ് കേരളയിലെ വിഭവശാലയിൽ നമ്മൾ ഇതുവരെ മലബാറിലെയും കർണാടകത്തിലെയും കുറച്ച് വിഭവങ്ങൾ ഇങ്ങനെ ചെയ്തു വരികയായിരുന്നേ. അതിൻ്റെ ഇടയിൽ ഈ കുറുമ്പിക്കൊരു പരാതി, അവളെ നാട്ടിലെത്തിയില്ല എന്നും ഒന്നും ചെയ്തില്ല എന്നും. ഒന്നും ചെയ്തില്ലെന്നല്ല, ഈ നോൺ വെജ് ഐറ്റംസ് ഇച്ചിരി കുറവാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ചേച്ചി. അതാ ഞാനിങ്ങനെ പുഷ് ചെയ്ത് നമുക്ക് നോൺ വെജ് വേണ്ടേ, നോൺ വെജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? എന്താ അപ്പോ ഇപ്പൊ നമ്മൾ നേരെ മലബാറിൽ നിന്ന് നേരെ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത്, എൻ്റെ പാറക്കുട്ടിയുടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വേവ്സ് ഓഫ് കേരള കണ്ട് ഇപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഇത് കണ്ടിട്ട് ഒരു ഫാമിലി നമ്മൾ കുറച്ച് കിടിലം നോൺ വെജ് ഐറ്റംസ് അല്ലേ, ബക്രീദ് സ്പെഷ്യൽ കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നമ്മളെ ക്ഷണിച്ച് നമ്മളിവിടെ വന്നിരിക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് നമ്മൾ, അതും പ്രത്യേകിച്ച് ട്രിവാൻഡ്രം. നിൽക്കുന്ന സ്ഥലം കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഉണ്ട്, പിന്നെ VSSC അടുത്തുണ്ട്. പേര് നിങ്ങൾക്ക് കാണാം, ഫിർദോസ്. ഇതെന്ന് പറഞ്ഞാല് വേറെ ഇതൊന്നുമല്ല, ഒരു മുസ്ലിം ഫാമിലിയാണ്. പുറത്ത് ഗൾഫ് കൺട്രീസിലും ഇവിടെ തന്നെ പല ഇടത്തും ഒക്കെയാണ് ഈ പല സ്പ്ലിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം വെക്കേഷൻ മൂഡാണ് അപ്പോൾ അവർക്ക്. അപ്പം വെക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി, അപ്പം ആ സന്തോഷത്തിൽ നമുക്കും കൂടെ ഒന്ന് പങ്കുവെക്കാം. നമുക്കിന്ന് ഷെഫ് ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. ഇതിൽ ആരൊക്കെ ഈ പാചകം ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞോളൂ. അപ്പൊ സോഫിയേച്ചി ഒരു ഇൻട്രഡക്ഷൻ എല്ലാരെയും കുറിച്ച്. ചെയ്യുന്നത് നമുക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആണ്, ഓരോരുത്തരും ഓരോന്നാണ് ചെയ്തിരിക്കുന്നത്. ഇത് അമ്മയാണ്, ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ ഫാമിലിയാണ്, ഞങ്ങൾ മെമ്പേഴ്സാണ് ഞങ്ങളെല്ലാവരും. അപ്പം അച്ഛനാണ് ഏറ്റവും മൂത്തത്, അമ്മ. പിന്നെ രണ്ടാമത്തെ ബ്രദറിന്റെ വൈഫാണിത്, കുഞ്ഞമ്മ. റസീനാമി. ഇത് മൂന്നാമത്തെ ആളുടെ വൈഫാണ്, സബീന എന്നാണ് പേര്. നാലാമത്തെ ആള് ഇവിടെ കണ്ടില്ല. അഞ്ചാമത്തെ ആള് ഇതാണ്. വലിയ ഫാമിലി അല്ലേ, വലിയ ഫാമിലിയാണ്. പിന്നെ ഇളയ കൊച്ചന്റെ മോളാണിത്, ഇളയ കൊച്ചന്റെ മോള്. പിന്നെ രണ്ടുപേര്, ഇത് മൂന്നാമത്തെ ആളുടെ മകള്. ഇത് ഞങ്ങളുടെ കുട്ടീസൊക്കെയാണ്. കാണാൻ പറ്റാത്തൊരു കാര്യമാണ് കൂട്ടുകുടുംബം. അല്ല, അതെന്തായാലും അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. കാരണം ആ ഒരു ഐക്യം ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അതെന്തായാലും അൽഹംദുലില്ലാ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ആദ്യം ബാർബിക്യൂ, നമ്മുടെ മെയിൻ ഐറ്റം ബാർബിക്യൂ ആണ്, നോക്കാം. ലെഗ് പീസ് മാത്രം എടുക്കുള്ളൂ? ഞങ്ങളിപ്പം ഇതിനകത്ത് ഞങ്ങൾ ടോട്ടൽ ഞങ്ങൾ 53 പേരുണ്ട്. അപ്പൊ ലെഗ് പീസ് മാത്രം എടുത്താൽ കമ്പനിക്ക് നഷ്ടമാണ്. അപ്പൊ അതാണ് എല്ലാ പീസും ഉണ്ട്. മസാല നന്നായിട്ട് പിടിക്കും. ഇത് ശരിക്കും പറഞ്ഞാലും നമ്മളിത് ചെയ്ത് തലേദിവസമേ ചെയ്ത് വെക്കുവാണെങ്കിലാണ് ബെറ്റർ ടേസ്റ്റ്. ഇതിപ്പം നമ്മള് പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യം ചിക്കനിൽ നമുക്ക് കുറച്ച് ഉപ്പ്, ചിക്കൻ എടുത്തു, ആദ്യം തന്നെ ഉപ്പിട്ടു. അതെ, ഉപ്പ്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മുളക് അരച്ചതാണ്, പച്ചമുളക് അരച്ചത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ഫ്രഷ് ആണ്, ഞങ്ങളുടെ മുറ്റത്ത് വിളഞ്ഞതാണത്. ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങിയതാണ്, വിളഞ്ഞതല്ല. ഇതും അതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ്. കുരുമുളക് ബാക്കിയെല്ലാം വെളിയിൽ നിന്ന് വാങ്ങിയതാണ്. വെളുത്തുള്ളി ഇതെന്താണ്? അത് പുതിനയും മല്ലിയും അരച്ചതാണ്. ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി പറയാൻ കൈകണക്കാണ്? എനിക്ക് സത്യം പറഞ്ഞാലും നമ്മളാരും എക്സ്പോർട്ട് പാചകക്കാരല്ല, നമുക്കെല്ലാം കൈക്കണക്കും കണ്ണ് കണക്കുമാണ്. കൈക്കണക്കും കണ്ണ് കണക്കും നിങ്ങളും അതിനനുസരിച്ച് അങ്ങ് ഇട്ടാ മതി കേട്ടോ. അപ്പൊ ഇതില് ഉപ്പിട്ട്, പിന്നെ കുറച്ച് പെപ്പർ, കുരുമുളക് ഇച്ചിരി. അതെ, ഇപ്പൊ ഞാൻ 3 പീസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് കണക്കാക്കി നമുക്ക് അതിന് ഇത്രയും മതിയാവും. കാരണം ഭയങ്കര എരിവ് വേണ്ടല്ലോ. ഇത് നമ്മള് ഗ്രേവി എല്ലാം നമ്മൾ ഇത് ആക്കുന്നതാണ്. അപ്പൊ അത് കാരണം നമ്മള് ഗ്രേവി കിട്ടുന്ന മാതിരി കഴിഞ്ഞാൽ കുട്ടികൾ ആരും കഴിക്കത്തില്ല.
അതിൽ നമുക്ക് ജിഞ്ചർ തന്നെ ഇടാം. അപ്പൊ അടുത്തത് ആദ്യം ഉപ്പിട്ടു, കുരുമുളക് ഇട്ടു, ഇനി ഇച്ചിരി ജിഞ്ചർ. കാരണം ജിഞ്ചറും ഗാർലിക്കും കുറച്ച് കൂടുതലാണെങ്കിൽ ടേസ്റ്റ് അല്ല, പെട്ടെന്ന് അത് വേവണമല്ലോ. നമ്മളിപ്പോ ചുടുന്നതല്ലേ, അപ്പം ഈ ഇതൊന്ന് ഈ മീറ്റ് ഒന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ ഈ ജിഞ്ചർ നല്ലതാണ്. ഇതിൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു ബാർബിക്യൂ എന്ന് പറയുമ്പോൾ ഒരു അറേബ്യൻ ഡിഷാണ്. അപ്പൊ അതാണ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ഇതിനകത്തില്ല. ഒത്തിരി ഡ്രൈ ആയി തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സോസ് വേണ്ട. ബാർബിക്യൂ സോസാണ്. സ്കോഷി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സോസ് നമ്മൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോ. ഇത് നമുക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും ഈ സാധനം ഒഴിച്ചാല്. ഇത് പുതിനയും മല്ലിയിലയും കൂടെ അരച്ചതാണ്. ഇനി അല്പം ബാർബിക്യൂ സോസ് അല്ലേ? കുറച്ച് മതി. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിൽ തന്നെ മസാല മാറ്റി ഉപയോഗിക്കും. കുറെ ഈ നമ്മളിപ്പം ഇതിട്ടില്ലേ, ഗ്രീൻ ചില്ലി ഇട്ടല്ലോ, ഗ്രീൻ ചില്ലിക്ക് പകരം പെപ്പർ മാത്രം ഇട്ടാല് അത് വേറൊരു മസാല ആയിട്ട് മാറും. വേറൊരു ടേസ്റ്റ് ആവും. അതെ, ആ ഒരു പെപ്പറിൽ നമുക്ക് എങ്ങനെയും ചെയ്യാന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ എല്ലാ മസാലയും ചേർത്ത് നമ്മളൊരു 3 to 4 hours വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി പറയാം. ചിക്കൻ എടുത്തു, ആദ്യം കുറച്ച് ഉപ്പിട്ടു, അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി, ജിഞ്ചർ, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് നന്നായിട്ട് അരച്ചത്, പിന്നെ പുതിനയും മല്ലിയിലയും കൂടെ നന്നായിട്ട് അരച്ചത് ഇച്ചിരി ചേർത്തു. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. വേണമെന്നുണ്ടെങ്കിൽ ബാർബിക്യൂ സോസ്, അത് ഓപ്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളക്കടല, എള്ളരച്ചത്, കേട്, ഉപ്പ്, ഒലിവ് ഓയിൽ, നാരങ്ങ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം മിക്സിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നേരത്തെ സോഫി പറഞ്ഞ കണക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അറിയത്തില്ല, കണ്ടും ഇതൊക്കെ തന്നെയാണ് അളവ്. ഇപ്പം ഇതിൽ ഒരു ബൗള് അരച്ചെടുക്കുക. ഇത് നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിൽ ഒലിവ് ഓയില്, ലെമൺ ലീഫ്, കൊറിയാണ്ടർ ലീഫ് വെച്ച് ഗാർണിഷ്. അപ്പൊ നമുക്ക് ഗ്രില്ലിന്റെ കൂടെ കഴിക്കാനുള്ള സോസ് റെഡിയാണ്. ഇനി അടുത്തത് എന്തോ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രില്ല് തന്നെ വേറൊരു ഐറ്റം, പൈനാപ്പിൾ വെച്ച് അല്ലേ? അപ്പൊ അത് ആരാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതാണ് നജിലയാണ് പൈനാപ്പിൾ ഗ്രിൽഡ് പൈനാപ്പിൾ. ആദ്യം ബൗള് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുവാണ്. ഇത് കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. പൈനാപ്പിൾ എടുത്ത് വെച്ചു. ആദ്യം ഇൻഗ്രീഡിയന്റ് ഏതാണ് ചേർക്കുന്നത്? കുറച്ച് ചില്ലി പൊടി, ഒരു 1/4 സ്പൂണോ അല്ല ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ചാറ്റ് മസാലയാണ്. ഇത് ക്യുമിൻ പൗഡറാണ്. ക്യുമിൻ പൗഡർ അത് കുറച്ച്, അത് ഇച്ചിരി 1/2 സ്പൂൺ മതി അല്ലേ? പിന്നെ ഉള്ളത് കർഡാണ്. അടുത്തത് ചില്ലി ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത്. ചില്ലി ടൊമാറ്റോ സോസ് 2 സ്പൂൺ ചേർക്കുക. പിന്നെ ചേർക്കുന്നത് ഉപ്പുണ്ട് കുറച്ച്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാ മതി. പിന്നെ ഉള്ളത് ഷുഗർ ആണ്. പഞ്ചസാരയും ചേർക്കും. ചെറിയൊരു മധുരം മിക്സ് ആണ്. ഉപ്പ് ഇട്ടിട്ടുണ്ട്, അവന്റെ ടേസ്റ്റും ഉണ്ട്. അടുത്ത് ചേർക്കുന്നത് കസൂരി മെത്തിയാണ്, ഫെനുഗ്രീക്ക് ലീഫ്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാല ഇനി നമ്മൾ ഡയറക്റ്റ് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന കണക്ക് തന്നെ പൈനാപ്പിൾ ഗ്രില്ല് കഴിഞ്ഞു, ഒരു സോസ് കഴിഞ്ഞു, ലാസ്റ്റ് ഒരു സോസും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സോസ് നമുക്ക് തയ്യാറാക്കി തരാൻ പോകുന്നത്, പേര് പറഞ്ഞോളൂ. റോഷ്ന. അപ്പൊ നമുക്ക് എന്ത് സോസാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഒരു ഗാർലിക് പേസ്റ്റ് ആണ് ആക്കുന്നത്. അപ്പൊ അതിന് 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഗാർലിക്, മുട്ടയുടെ വെള്ള,
കുറച്ച് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. ആദ്യം ഗാർലിക്കും മുട്ടയുടെ വെള്ളയും കൂടെ മിക്സിയിലടിക്കണം. കുറച്ചായിട്ട് ഓയില് ആഡ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അത് കട്ട പിടിക്കത്തില്ല. നന്നായിട്ട് ആയി വരുമ്പോഴ് പതഞ്ഞു വരുമ്പോഴ് കുറച്ച് ഓയില് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അതാകുമ്പോ ആ ഒരു ഓയിൽ ബേസ് ആയിട്ട് അതിരിക്കും. ചെയ്തെടുത്താലോ? ഇതാണ് ഗാർലിക് പേസ്റ്റ്. ഫൈനൽ സ്റ്റേജ് ഇതാണല്ലേ. ഇച്ചിരി കട്ടിയുണ്ട്, പക്ഷെ ഒരു ബട്ടറിന്റെ ഒക്കെ ഒരു കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ചെയ്യാൻ പറ്റും. ചിലർക്ക് ഒലിവ് ഓയിൽ ടേസ്റ്റ് ഇഷ്ടമല്ലായിരിക്കും. നമ്മൾ കോക്കനട്ട് ഓയിലും ചെയ്യും, പക്ഷെ അതും അതിന് ചേർ വരും. അതേസമയം സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ഒരിതും വരും. രുചിയിൽ വ്യത്യാസം ഇത് ഒലിവ് ഓയിലാണ് ബെറ്റർ. നമ്മൾ ഹെൽത്ത് വൈസ് ഇതിനൊക്കെ ബെറ്റർ കോസ്റ്റ് പോലെ. അപ്പൊ നമ്മുടെ ചിക്കൻ ഗ്രിൽ ചെയ്യാനുള്ള മസാല റെഡി. അത് കഴിഞ്ഞിട്ട് ഹമൂസ് പ്രത്യേക ശ്രദ്ധിക്ക്. നമുക്ക് ഇവിടുത്തെ ഹോട്ടൽസിലൊന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സോസാണിത്. അപ്പം ഹമൂസ്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഗ്രിൽഡ്, പിന്നെ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കാം. എന്തായാലും നിങ്ങൾ വന്നോളൂ, ഗ്രില്ലിന്റെ അങ്ങോട്ടേക്ക് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോട്ടലിലെ കറണ്ടില് ചെയ്യുന്നതല്ല, തനതായ രീതിക്ക് ശരിക്കും നാടൻ രീതിയിലുള്ള ഗ്രില്ലാണ് കേട്ടോ. കനലിട്ടിട്ട് ഹെൽത്തി വൈസ് നല്ലതാണ്. മലരായ പൂവി മഹതിയാൽ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി ഖാതിമുൻ നബി വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു. ആ ആ ആ വിഭവശാലയിൽ നല്ല കിഡ്ലം ഐറ്റംസും തന്നു. അതിലും ഗംഭീരമായിട്ടൊരു ഐറ്റമാണ് നമ്മളിപ്പോ കണ്ടത്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് അല്ലായിരുന്നു ഇപ്പൊ കണ്ടത്. കുബൂസിന്റെ ഗോതമ്പിന്റെ കുബൂസ്, പിന്നെ നമ്മളെ നേരത്തെ ഉള്ള സോസ്, ചിക്കൻ മയണൈസ്, മറ്റേ ഗാർലിക് സോസ്, നമ്മുടെ പൈനാപ്പിൾ ഗ്രിൽഡ്. ഏതിൽ നിന്ന് തുടങ്ങുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ വരും എന്ന്. അപ്പം അറ്റ് ലാസ്റ്റ് എത്തി. അപ്പം നമുക്ക് ചിക്കനിലും തുടങ്ങാം അല്ലേ ചേച്ചി? അല്ലേ? എല്ലാവരുടെയും പെർമിഷനോടെ ഞാൻ കഴിക്കുവാണേ. ഓയിലും കൂടി ചേർത്തെടുക്കണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുവാണ്, കഷ്ടപ്പെട്ടെ. സൂപ്പർ. ഇനി ചിക്കൻ വിത്ത് ഗാർലിക് സോസ്.
ഇനി നമ്മൾ ഇവിടെ ചെയ്ത 3 എണ്ണവും നമ്മൾ ട്രൈ ചെയ്തു അല്ലേ. ലാസ്റ്റ് ഡെസേർട്ട് അല്ല കേട്ടോ, പക്ഷെ ഇത് ഗ്രിൽഡ് ആണ്, പൈനാപ്പിൾ ഗ്രിൽഡ്. കഴിച്ചോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളെ. എല്ലാരും സൈലന്റ് ആവും, ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട് അടുത്ത്. ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ, ശരിക്കും സർപ്രൈസ്. ബർത്ത്ഡേ ഗേളിന് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇവരെല്ലാരും കൂടി ഒപ്പിച്ചതാണ്. അങ്കിളിനും ആന്റിക്കും അറിയായിരുന്നോ? അറിയായിരുന്നു അല്ലേ. അപ്പൊ ബർത്ത്ഡേ ഗേളിന് മാത്രമേ അറിയാതെ ഉള്ളൂ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം, വിഷ് ചെയ്യാം. പാടിക്കോളൂ. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി